നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വന്നു തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ആരംഭിക്കാം. വരുന്നവരെല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് ഹായ് ഇടണേ. ആരും വന്നില്ലേ? ആരെയും കാണാനില്ല. ഞാനിവിടെ കാത്തിരിക്കുന്നു. ആരും 12 മണി എന്നുള്ള സമയം മറന്നുപോയോ? എത്തിയവരൊന്ന് കമന്റ് ബോക്സിൽ ഹായ് ഇടണേ. സദാനന്ദ് കുമാർ എത്തിയിട്ടുണ്ട്. ഹായ്. കൂടുതൽ പേര് എത്തിയിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് രസകരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് പേരുകൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. ജീസ് കൈതാരം വന്നിട്ടുണ്ട്. ഹായ്. ഇനി ആരൊക്കെയുണ്ട് വരാൻ? നമ്മുടെ സ്ഥിരം കക്ഷികളൊന്നും വന്നില്ലല്ലോ. വൈശാഖ്, ബ്രീസ, റംസീന, വിനീത വിജയൻ, ശ്രീദേവി നമ്പ്യാർ, കുറേ പേര് വരാനുണ്ടല്ലോ. എല്ലാവരും മറന്നുപോയോ? എന്തായാലും 5 പേര് കാണുന്നതായിട്ട് എനിക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. വിഷയം ഞാൻ പറഞ്ഞില്ലല്ലോ. സാധാരണ സിനിമകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകൾ, മലയാളത്തിൽ ഡബ് ചെയ്ത് വരുന്ന അവസ്ഥ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. സബ് ടൈറ്റിലൊക്കെ വായിച്ച് തന്നെ ആളുകൾ കാണാൻ താല്പര്യപ്പെടുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ തമിഴ്നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള പല ഇംഗ്ലീഷ് സിനിമകളും തമിഴിൽ ഡബ് ചെയ്തിട്ട് ഇറങ്ങുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡബ് ചെയ്യുന്നത് പലപ്പോഴും പ്രശസ്തരായ താരങ്ങളൊക്കെ ആയിരിക്കും കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, അവർ ആ സിനിമയുടെ പേര് തന്നെ തമിഴിലാക്കി കളയും. അപ്പം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് തോന്നി. അപ്പം അന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയുടെ കാര്യം ഞാൻ പറയാം. സ്പൈഡർമാൻ എന്നുള്ള സിനിമയ്ക്ക് തമിഴ് ഡബ് ചെയ്തിട്ട് ഇറക്കിയപ്പോൾ അതിൻ്റെ പേര് 8 കാൽ ഏഴുമലൈ എന്നായിരുന്നു. 8 കാൽ ഏഴുമലൈ എന്നായിരുന്നു പേര്. സ്പൈഡർമാൻ എന്നുള്ള സിനിമയുടെ തമിഴ് ഡബ് റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായ പേരാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകൾക്ക് മലയാളം പേര് കണ്ടുപിടിച്ചാലോ? അപ്പം ഞാൻ കുറച്ച് സിനിമകളുടെ പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ത്വയ്ബ് കടങ്ങോട് നമസ്കാരം പറയുന്നുണ്ട്. നമസ്കാരം. നിഷിബ ഹായ്. അപ്പോൾ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് സിനിമകളുടെ പേരുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളതിനെ മലയാളീകരിച്ചിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പം അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്ന 2 പേർക്ക്, ഇപ്രാവശ്യം ഒരാൾക്കല്ല 2 പേർക്ക് ഓരോ പോയിന്റ് വീതം ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതേ പേരിൽ മലയാളത്തിൽ വേറൊരു സിനിമയുണ്ട്. പക്ഷെ ഇത് ഞാൻ ഇംഗ്ലീഷ് സിനിമയെ കുറിച്ചാണ് പറയുന്നത്. ദി ഗോഡ് ഫാദർ. ഈ സിനിമയ്ക്ക് നല്ലൊരു മലയാളം പേരിടും. നോക്കട്ടെ. അജിത് രാജ് നമസ്കാരം പറയുന്നുണ്ട്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ്: ഇംഗ്ലീഷ് സിനിമകൾക്ക് മലയാളം പേരുണ്ടാക്കുക. അപ്പോൾ രസകരമായിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന രസകരമായിട്ടുള്ള എല്ലാ പേരുകളും കമന്റ് ചെയ്യുക. അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന 2 പേരുകൾക്ക് ഞാൻ പോയിന്റ് നൽകുന്നതായിരിക്കും. ഓക്കെ. ദ ഗോഡ് ഫാദർ എന്നാണ് സിനിമയുടെ പേര്. അതിന് ചേരുന്ന ഒരു മലയാളം പേരിടുക. മുത്തശ്ശൻ എന്ന് സദാനന്ദ് കുമാർ പറയുന്നു. ഭീഷ്മപർവം എന്ന് ജീസ് കൈതാരം പറയുന്നു. ത്വയ്ബ് കടങ്ങോടിന്റെ പേര് അത്ര പാർലമെന്ററി അല്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. കുറച്ചുകൂടി ആലോചിച്ച് നോക്കൂ. ദ ഗോഡ് ഫാദർ എന്ന സിനിമയ്ക്ക്, സിനിമയുടെ കോണ്ടെക്സ്റ്റ് ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. സിനിമയുടെ ആ പേരിന് നിങ്ങൾക്ക് മലയാളത്തിലൊരു പേര് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അജിത് രാജ് പറയുന്നു തലതൊട്ടപ്പൻ എന്ന്. ദ ഗോഡ് ഫാദർ എന്ന സിനിമയ്ക്ക് നല്ലൊരു മലയാളം പേര് കണ്ടുപിടിക്കുക. ബിന്ദു രാജേഷ് പറവൂറിനും തലതൊട്ടപ്പൻ എന്നാണ് കണ്ടുപിടിക്കാൻ സാധിച്ചിരിക്കുന്നത്. വേറെന്തെങ്കിലും പേരുകളുണ്ടോ? ദി ഗോഡ് ഫാദർ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് മലയാളത്തിൽ ഒരു പേര് നിർദ്ദേശിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഭീഷ്മപർവം, മുത്തശ്ശൻ, തലതൊട്ടപ്പൻ തുടങ്ങിയ പേരുകളൊക്കെയാണ് വന്നിട്ടുള്ളത്.
ബാക്കി പേരുകൾ കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് പോയിന്റ് കൊടുക്കാം. ജീസ് കൈതാരം, പിതാമഹൻ, നല്ലൊരു പേരാണത്, പിതാമഹൻ. തലതൊട്ടപ്പൻ, പിതാമഹൻ, ഭീഷ്മപർവം, മുത്തശ്ശൻ എന്നീ പേരുകളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. മുർഷിദ പർവീൻ കടന്നു വരുമെന്ന് ത്വയ്ബ് കടങ്ങോട് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഈ കമന്റ് ബോക്സിൽ ടാഗ് ചെയ്ത് വിളിക്കാം കേട്ടോ. ഇത്തരം ചോദ്യങ്ങളും ഗെയിമുകളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്ത് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ലൈവ് ഷെയർ ചെയ്യാവുന്നതാണ്. ഗോഡ് ഫാദറിനെ ഗോഡ് ഫാദർ എന്ന് തന്നെയാണ് അജിത് വള്ളോളി വിളിക്കുന്നത്. ബബിത അഡിറ്റ് ആത്മീയ അപ്പൻ എന്ന് വിളിക്കുന്നു. ഗോഡ് ഫാദർ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് മലയാളത്തിൽ ഒരു പേര് നിർദ്ദേശിക്കാനാണ് ആദ്യത്തെ ചോദ്യം. അമ്പോറ്റി അച്ഛൻ എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു. അത് രസകരമായിട്ടുള്ളൊരു പേരാണ്. ആത്മീയ അപ്പൻ എന്നാണ് ബബിത അഡിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സ്രഷ്ടാവ് എന്ന് അജിത് രാജ് പറയുന്നു. ഇനിയുണ്ടോ പേരുകൾ? എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജീസ് കൈതാരത്തിന്റെ പിതാമഹനും ബിന്ദു രാജേഷ് പറവൂരിന്റെ അമ്പോറ്റി അച്ഛൻ എന്നുള്ളതുമാണ്. അപ്പോ രണ്ടുപേർക്കും ഓരോ പോയിന്റ് വീതം നൽകുന്നു ഞാൻ. ഇന്ന് രണ്ടുപേർക്ക് പോയിന്റ് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോ അമ്പോറ്റി അച്ഛൻ എന്ന് പറഞ്ഞ ബിന്ദു രാജേഷ് പറവൂരിനും അതുപോലെ തന്നെ പിതാമഹൻ എന്ന് പറഞ്ഞ ജീസിനും ഓരോ പോയിന്റ്. ഓക്കെ, വേറെയും പേരുകൾ വരുന്നുണ്ട്. ഈശദാതൻ എന്ന് നിഷിബ എം നിഷി പറയുന്നു. ഈശ്വരപ്പൻ എന്ന് ജീസ് കൈതാരം പറയുന്നു. നല്ല പേരുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഞാൻ നേരത്തെ പറഞ്ഞ അതേ സിനിമയുടെ പേരാണ് സൂപ്പർമാൻ. സൂപ്പർമാൻ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. തലത്തൊട്ടപ്പൻ എന്ന് ബിനുജി വർഗീസ് പറയുന്നുണ്ട്. അത് നേരത്തെയും ആരോ പറഞ്ഞിരുന്നു. ബിന്ദു രാജേഷിന്റെ അമ്പോറ്റി അച്ഛൻ എന്നുള്ള പേര് അജിത് വള്ളോളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂപ്പർമാൻ എന്നുള്ള സിനിമയ്ക്ക് ഒരു ഇംഗ്ലീഷ് പേര് നിർദ്ദേശിക്കാനുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. സൂപ്പർമാൻ അമാനുഷികൻ എന്നാണ് അജിത് വള്ളോലി പറയുന്നത്. പൊളിബ്രോ എന്ന് അജിത് രാജ് പറയുന്നുണ്ട്. അത് കിടിലനായിപ്പോയി, പൊളിബ്രോ. സഹല യാസർ നല്ല മനുഷ്യൻ. ബിനുജി വർഗീസ് പറയുന്നു ക്രിസ്ത്യൻ ഗോഡ് ഫാദർ, അർത്ഥം തലതൊട്ടപ്പൻ. അതെനിക്കറിയാം, തലതൊട്ടപ്പൻ, തലതൊട്ടമ്മ അല്ലേ. സുനിത മഹേഷ് ഹായ് പറയുന്നുണ്ട്. ഹായ് സുനിത ചേച്ചി. ചോദ്യം ഇതാണ്, സൂപ്പർമാൻ എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാം. പൊളിബ്രോ എന്ന അജിത് രാജ് ഒരു കിടിലൻ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കിടിലൻ പേരുകൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക. അതിമാനുഷ്യൻ എന്ന് സദാനന്ദ് കുമാർ പറയുന്നു. ശക്തിമാൻ എന്ന് ജീസ് കൈതാരം പറയുന്നു. അടിപൊളി മനുഷ്യൻ എന്ന് ബിനുജി വർഗീസ് പറയുന്നു. പോരട്ടെ കുറച്ചുകൂടി നിങ്ങളുടെ ക്രിയേറ്റീവ് സ്പിരിറ്റ് ഉപയോഗിക്കട്ടെ. അതിശയൻ എന്ന് സഹല യാസർ പറയുന്നു. സൂപ്പർമാൻ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് ചോദ്യം. കിടു അണ്ണൻ എന്ന് ബബിത അഡിറ്റ് പറയുന്നു. ആമാനുഷികൻ എന്ന് സുനന്ദ മഹേഷ് പറയുന്നു. വിശിഷ്ട മനുഷ്യൻ എന്ന് നിഷിബ എം നിഷി പറയുന്നു. വേറെ പേരുകളുണ്ടോ സൂപ്പർമാന്? സൂപ്പർമാൻ വേറെ പേരുകളുണ്ടോ? വിശിഷ്ട മനുഷ്യൻ എന്ന് നിഷിബ എം നിഷി പറയുന്നു. സൂപ്പർമാൻ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് ഞാൻ പറഞ്ഞത്. എനിക്കിഷ്ടപ്പെട്ടത് അജിത് രാജിന്റെ പൊളിബ്രോ എന്നുള്ള പേരും അതുപോലെ തന്നെ വേറൊരു പേരുകൂടി ഞാൻ കണ്ടിരുന്നു, ജീസ് കൈതാരത്തിന്റെ ശക്തിമാൻ. ശക്തിമാൻ എന്നുള്ളൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ പോലും അത് നല്ലൊരു പേരാണ്. അപ്പൊ ജീസിന് ഒരു പോയിന്റും അജിത് രാജിന് ഒരു പോയിന്റും. ഇവിടെ നമ്മുടെ സ്ഥിരം പോയിന്റ് നേടുന്ന ആൾക്കാരൊക്കെ പിന്നിൽ നിൽക്കുകയാണ്. മായാവി എന്ന് ജീസ് കൈതാരം, കിടുമനിതൻ എന്ന് അജിത് രാജ്, ബിനുജി വർഗീസ്, അതിമാനവൻ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. സുനന്ദ എന്നും ആവാം,
സൂപ്പർമാനിന് എനിക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻസ് കൂടുതലാ, തല്ലരുതെന്ന്. സുനന്ദ മഹേഷ് സൂപ്പർ വുമൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അടുത്ത ചോദ്യം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിനൊരു മലയാളം പേര് നിർദ്ദേശിക്കുക. സിനിമയുടെ പേര് ഫ്രോസൺ. ഫ്രോസൺ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. ഇന്ന് കാഴ്ചക്കാർ കുറവാണെന്ന് തോന്നുന്നു. സുനന്ദ ചേച്ചി ഒന്ന് എല്ലായിടത്തും ഷെയർ ചെയ്യണേ. ചോദ്യം ഇതാണ്, ഈ ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. സിനിമയുടെ പേര് ഫ്രോസൺ. അജിത് വള്ളോളി പറയുന്നു കിടുകിട എന്ന്. കൊള്ളാം, പോരട്ടെ. ഷെയർ ചെയ്തു സുനന്ദ മഹേഷ്. ഓക്കെ, ജീസ് കൈതാരം, ചിൽ സാറ ചിൽ, ബിനുജി വർഗീസ് ശീതീകരിച്ച. നിങ്ങൾ അതിന്റെ എക്സാക്ട് അർത്ഥം ഓർക്കേണ്ട, നിങ്ങൾ സിനിമയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പേര് വേണം. ഓക്കെ, അജിത് രാജ് പറയുന്നു ഹിമേലു. അത് കൊള്ളാം, പ്രേമലു എന്നൊക്കെ പറയുന്ന പോലെ ആണെന്ന് തോന്നുന്നു. ഹിമേലു. ബിനുജി വർഗീസ് കിഡിലോസ്കി, മുർഷിദ പർവീൻ തണുപ്പൻ. ഫ്രോസൺ എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് ചോദ്യം. ഹിമാൻഷു എന്ന് അജിത് രാജ് പറയുന്നു. ഹിമവൻ എന്ന് ജീസ് കൈതാരം പറയുന്നു. ഉറഞ്ഞൻ എന്ന് വെച്ചാൽ ഐസ് ഉറഞ്ഞു പോയി എന്നാണ്. ഉറഞ്ഞൻ എന്ന് സഹല യാസർ പറയുന്നു. ഫ്രോസൺ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് ഞാൻ പറഞ്ഞത്. പോരട്ടെ, വേഗം പോരട്ടെ. അജിത് വള്ളോളിയുടെ കിടുകിട എന്നുള്ള ഉത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറൊരു ഉത്തരം കൂടി നമുക്ക് വേണം. അപ്പോൾ പോരട്ടെ. ഫ്രോസൺ എന്ന സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. മുർഷിദ പർവീൻ ഒരു കിടിലൻ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്, തണുക്കലു. തണുപ്പൻ എന്ന് നിഷിബ എം നിഷി പറയുന്നു. സുഹാന ജുംബു പറയുന്നു തണുപ്പൻ. മീര അനുമോദ് പറയുന്നു തണുപ്പൻ. ജീസ് കൈതാരം മഞ്ഞുമലകൾക്കപ്പുറത്ത്, നല്ല പേര്. ബബിത അഡിറ്റ് കുളിരിൽ. റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു ഒരു തണുപ്പൻ കഥ. ശ്വേത അറ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് അജിത് വള്ളോലിയുടെ കിടുകിട എന്നുള്ളതും അതുപോലെ തന്നെ വേറൊന്നുകൂടി കണ്ടുപിടിച്ചായിരുന്നല്ലോ, തണുക്കലു എന്ന് പറഞ്ഞ മുർഷിദ പർവീണുമാണ് ഓരോ പോയിന്റ്. ഓക്കെ, മുർഷിദ പർവീണിന് ഒരു പോയിന്റും അജിത് വള്ളോലിക്ക് ഒരു പോയിന്റും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അതിന്റെ ട്രോൾ പേരുകളായിരിക്കും. എന്നാൽ പോലും നിങ്ങളുടെ മനസ്സിൽ എന്ത് പേരാണ് അതിനുണ്ടാകുന്നത് നോക്കട്ടെ. ഓക്കെ, സിനിമയുടെ പേര് ദ മമ്മി റിട്ടേൺസ്. ദ മമ്മി റിട്ടേൺസ് എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. ദ മമ്മി റിട്ടേൺസ്. അതിൽ ഒരു പേര് ഞാൻ ഇപ്പൊ തന്നെ പറയാം. അമ്മച്ചി തിരുമ്പി വந்தாച്ച് എന്ന് തമാശക്ക് പറയാറുണ്ട്. അപ്പോൾ ആ ലൈനിലേക്ക് ആലോചിക്കുക. ദ മമ്മി റിട്ടേൺസ് എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. അമ്മച്ചി വന്നേ എന്ന് ബിനുജി വർഗീസ് പറയുന്നത്. തള്ള വീണ്ടും വന്നു എന്ന് അജിത് വള്ളോലി. അമ്മച്ചി തിരുമ്പി വந்தாച്ച് എന്ന് അജിത് രാജ്. മാതാശ്രീ തിരിച്ചു വന്നു എന്ന് സഹല യാസർ പറയുന്നുണ്ട്. മുർഷിദ പർവീൻ തള്ള പിന്നെയും വந்தாച്ച്. സദാനന്ദ് കുമാർ അമ്മച്ചി വന്നേ. അമ്മച്ചി തിരിച്ചു വരണമെന്ന് മീര അനുമോദ് പറയുന്നു. കുറച്ചുകൂടി ആലോചിക്കൂ, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആട്ടെ. ദ മമ്മി റിട്ടേൺസ് എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. നോക്കട്ടെ. അമ്മച്ചി തിരിച്ചു വരണമെന്ന് മീര അനുമോദ്. അമ്മച്ചി വന്നേ എന്ന് സദാനന്ദ് കുമാർ. ബിന്ദു രാജേഷ് ഫെറൂർ ഒരു കിടിലം പേര് പറഞ്ഞിട്ടുണ്ട്, എൻ പൊന്നമ്മ വന്നപ്പോൾ. അജിത് രാജ് BJP അഗെയിൻ. ബാലു ബാലൻ അമ്മ മടക്കം. നിഷിബ എം നിഷി അമ്മയുടെ തിരിച്ചുവരവ്. ബബിത ഹഡിറ്റ് പുതിയ മുഖം ഗം ഗം എന്ന് പാടുന്നുണ്ട്. ദ മമ്മി റിട്ടേൺസ് എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് ഞാൻ പറഞ്ഞത്.
ഒരുപാട് പേര് പേരുകൾ പറയുന്നുണ്ട്. പോരട്ടെ പോരട്ടെ, ഇനിയും പോരട്ടെ. പൊന്നുമ്മ വന്നേ എന്ന് സഹല യാസർ പറയുന്നുണ്ട്. ഇനിയുണ്ടോ പേരുകൾ? ഗോമാത, ഓ അതാണ് അജിത് രാജ് BJP എന്ന് പറയുന്നത്. അപ്പൊ കം മാത എന്ന് പറയണ്ടേ? ഗോമാത എന്ന് പറയാൻ പറ്റുമോ? ദ മമ്മി റിട്ടേൺസ് എന്നല്ലേ? തായേ ഇങ്ങുവായോ എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നുണ്ട്. മാതാവ് ആഗതയായി എന്നായിരിക്കും. മാതാവ് ആഗതയായി എന്ന് അജിത് വള്ളോളി പറയുന്നുണ്ട്. സുഹാന ജുമ്പു പറയുന്നു അമ്മക്കിളി ആകയ. നീതു, ഹായ് നീതു. ദ മമ്മി റിട്ടേൺസ് എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു പേരിടാനാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ട പേര് ബിന്ദു രാജേഷ് പറവൂർ പറഞ്ഞ എന്റെ പൊന്നമ്മ വന്നപ്പോൾ എന്നുള്ളതാണ്. വേറെ പേരുകളൊക്കെ വരട്ടെ. ബിനോ മാത്യു പറയുന്നു വന്നമ്മ. അത് കൊള്ളാലോ, വന്നമ്മ. ഇനിയുണ്ടോ പേരുകൾ? ദ മമ്മി റിട്ടേൺസ് എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് ഞാൻ പറഞ്ഞത്. അമ്മക്കിളിയുടെ മടക്കം എന്ന് അജിത് രാജ് പറയുന്നു. ദ മമ്മി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ഗോസ്റ്റ് ആണ് എന്നുള്ളത് ആലോചിക്കണേ. അമ്മക്കിളിയുടെ മടക്കം, അമ്മക്കിളി എന്നൊക്കെ വിളിച്ചാൽ മമ്മിയെ. ദ മമ്മി റിട്ടേൺസ്, ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും വന്നമ്മ എന്ന് അജിത് വള്ളോലി പറയുന്നു. സിന്ധു ഭാരതി പോരാളി ആകതയാകുന്നു. പോരാ, ഇനിയും പോരട്ടെ, കുറച്ചുകൂടി രസകരമായിട്ടുള്ള വാക്കുകൾ പോരട്ടെ. ഞാൻ രണ്ടാമത്തെ പോയിന്റ് ബിനോ മാത്യുവിനാണ് കൊടുക്കുന്നത്. വന്നമ്മ, അതൊരു രസകരമായിട്ടുള്ള കോയിൻ ചെയ്ത പേരായിരുന്നു, വന്നമ്മ. ഓക്കെ, അപ്പൊ ബിന്ദു രാജേഷിന്റെ പൊന്നമ്മ വന്നു, ബിനോ മാത്യുവിന്റെ വന്നമ്മ. പിശാശ് വന്നെന്ന് അജിത് രാജ്, അമ്മച്ചി തിരുമ്പി വന്നാച്ച് എന്ന് അച്ചു വിപിൻ. അത് സ്ഥിരമായി പറയുന്നതാണ് അച്ചു, നമുക്ക് അല്ലാത്ത ഒരു പേരായിരുന്നു വേണ്ടിയിരുന്നത്. ദേ വീണ്ടും എന്ന് ബബിത അഡിറ്റ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ബിനോ മാത്യുവിനും ബിന്ദു രാജേഷിനും ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഈ സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. സിനിമയുടെ പേര് ബാഡ് ബോയ്സ്. നോക്കട്ടെ, ബാഡ് ബോയ്സ് എന്താക്കി തീർക്കുമെന്ന് നിങ്ങള്. മായമ്മ വന്നേന്ന് ബിനു മാത്യു പറയുന്നു. ഇപ്പോൾ ഉള്ള പേര് ബാഡ് ബോയ്സ്. ബാഡ് ബോയ്സ് എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. നോക്കട്ടെ. പൊന്നമ്മ എന്നൊക്കെ ആ മമ്മിയെ വിളിക്കുന്നു എന്ന് അജിത് രാജ് ചോദിക്കുന്നു. അതാണ് ബിന്ദു രാജേഷിന്റെ സ്നേഹം. പന്നപ്പിള്ളേരെന്ന് ബിനുജി വർഗീസ് പറയുന്നു. അലമ്പ് പയ്യന്മാരെന്ന് ബിന്ദു രാജേഷ് പറവൂർ. കൂതറപ്പിള്ളേരെന്ന് അജിത് വള്ളോലി. ഇച്ചീച്ചി ചെറുക്കന്മാരെന്ന് അനാമിക. ഇച്ചീച്ചി കുട്ടികളെന്ന് അജിത് രാജ്. അഴുക്ക് പയലെന്ന് ബിനു മാത്യു. ചീത്ത കുട്ടികളെന്ന് ജീസ് കൈതാരം. തല തെറിച്ചവർ എന്ന് സിന്ധു ഭാരതി. നിർഗുണന്മാർ എന്ന് സദാനന്ദ് കുമാർ. പോരട്ടെ. ബാഡ് ബോയ്സ് എന്നുള്ളതിന് ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് മലയാളം പേര് നിർദ്ദേശിക്കുക. മഹേഷ് ശിവരാമപിള്ള പറയുന്നു കലിപ്പൻസ്. അജിത് വള്ളോലി പറയുന്നു അപ്പിക്കുട്ടികൾ. സുഹാന ജുമ്പ് പറയുന്നു കുരുത്തം കെട്ടവർ. എന്തുമാത്രം പേരാണ് ബാഡ് ബോയ്സിന് മലയാളത്തിൽ. കുരുത്തം കെട്ടവർ എന്ന് സുഹാന ജുമ്പു. പന്നച്ചെറുക്കന്മാരെന്ന് റാണി തോമസ്, ഷിബു ജോർജ്. കച്ചറ ചെക്കന്മാരെന്ന് ബിന്ദു രാജേഷ് പറവൂർ. കുരുത്തം കെട്ടവരെന്ന് അജിത് രാജ്. നല്ല നല്ല പേരുകൾ വരുന്നുണ്ട്. വരട്ടെ. ഹിപ്പികൾ എന്ന് സിന്ധു ഭാരതി. താന്തോന്നിച്ചക്കൻ എന്ന് നിഷിബ എം നിഷി. സദാചാര പിള്ളേരെന്ന് സഹല യാസർ. സദാചാരം തീരെ ഇല്ലാത്തവരാണ് ബാഡ് ബോയ്സ്. അപ്പോ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ഞാൻ പറയാമേ. ഇച്ചീച്ചി ചെറുക്കന്മാർ, അത് കൊള്ളാമായിരുന്നു പേര്. അനാമികയാണ് ആ പേര് പറഞ്ഞത്. അനാമികയ്ക്ക് ഒരു പോയിന്റ്. അതുപോലെ തന്നെ തലതെറിച്ചവർ എന്ന് സിന്ധു ഭാരതി പറഞ്ഞു. സിന്ധുവിന് ഒരു പോയിന്റ്. ഓക്കെ, ആ രണ്ട് പേരുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഗില്ലാപ്പികൾ എന്ന് അജിത് വള്ളോലി പറഞ്ഞു. ചീരഴിച്ച് ചെക്കന്മാർ എന്ന് ബിനു മാത്യു. അപ്പൊ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോയാലോ. അടുത്ത സിനിമയുടെ പേര് ഹോം അലോൺ.
വൃത്തികെട്ട റോഷൻസ് എന്നോ എന്താണ് മഹേഷ് ശിവരാമപിള്ള പറഞ്ഞത്? വൃത്തികെട്ട റോഷൻസ്. റോഷൻ ആരാ? മനസ്സിലായില്ല. ഓക്കെ, അടുത്ത പേര് ഹോം എലോൺ. ഹോം എലോൺ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. ഹോം എലോൺ കണ്ടിട്ടുണ്ടോ എല്ലാവരും? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലം എന്താ പറയാ, നഷ്ടമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. തനിച്ച് എന്ന ജീസ് കൈതാരം, റാണി തോമസ്, ഷിബു ജോർജ്, വീട്ടിൽ തനിയെ, സുഹാന ജുംബു തനിയെ, അജിത് വള്ളോലി, ഡാഡി മമ്മി വീട്ടിലില്ലേ, അത് കൊള്ളാം. ബിന്ദു രാജേഷ് പറവൂർ, ഏകാന്ത ഭവനം, നിഷിബ എം നിഷി, തനിച്ചാവലുകൾ, അനിൽ കൃഷ്ണ, അച്ഛനമ്മ വീട്ടിലില്ല, ജീസ് കൈതാരം, ഏകാകി, അജിത് രാജ്, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക, മഹേഷ് ശിവരാമപിള്ളൈ, പോട്ടെ, എന്താ പോണൂന്നാണ്, പോലെ ആടുന്നില്ലേ. ഹോം എലോൺ എന്നുള്ള ഇംഗ്ലീഷ് ചിത്രത്തിന് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് പറയുന്നത്. ബിനു മാത്യു പറയുന്നു കുടുംബത്തിലേകൻ, ജീസ് കൈതാരം, ഏകാഗിയുടെ വീട്, സഹല യാസർ, ഒറ്റയാൾ, സദാനന്ദ് കുമാർ, ഏകാന്തവാസം, ജയറാം സുബ്രഹ്മണി, ഹോം എലോൺ, പൊണ്ടാട്ടി വീട്ടിക്ക് പോയാച്ച്. പൊണ്ടാട്ടി കാണുന്നുണ്ടാവും ഈ ലൈവ് എന്ന് ഓർക്കുക. അജിത് രാജ്, അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായ പോയില്ലേ, ഡാഡി മമ്മി വീട്ടിലേക്ക് മറുപടി ആയിട്ടാണ് പറയുന്നത്. ബബിത അജിത്ത്, ഒറ്റ വീട്, ഇവിടെ ആരുമില്ല, പോയിട്ട് പിന്നെ വാ, മഹേഷ് രാമപിള്ള, അനിൽ കൃഷ്ണ, ഒറ്റയ്ക്കൊരു വീട്. ഹോം എലോൺ എന്നുള്ള ചിത്രത്തിന് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. നോക്കട്ടെ വേറെ പേരുകളെല്ലാം ഉണ്ടോന്ന്. ഒരു പേര് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, നോക്കട്ടെ എന്തായിരുന്നു പേര്. തനിച്ചാവലുകൾ എന്ന് നിഷിബ എം നിഷി പറഞ്ഞു. നിഷിബയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നു. വേറൊരു പേര് അനാമിക പറഞ്ഞത് നല്ലൊരു പേരാണ്, ഞാനും വീടും. അനാമികയ്ക്കൊപ്പം ഒരു പോയിന്റ്. അടുത്ത പേര് പറയട്ടെ. അടുത്ത പേര് ദ സീക്രട്ട് ഗാർഡൻ. ദ സീക്രട്ട് ഗാർഡൻ എന്ന സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. ഒറ്റയ്ക്കൊരു മകൻ എന്ന് ജീസ് കൈതാരം, ഏകാന്ത ഭവനം എന്ന് ബബിത അഡിറ്റ്. എല്ലാം നല്ല പേരുകളാണ്. അടുത്ത നമ്മുടെ ചോദ്യം, ദ സീക്രട്ട് ഗാർഡൻ, അതിനൊരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് മലയാളം പേര് നിർദ്ദേശിക്കൂ. രഹസ്യ പൂങ്കാവനം എന്ന് അനിൽ കൃഷ്ണ, ബിനു മാത്യു, ഉഡായിപ്പുകളുടെ പൂന്തോട്ടം എന്ന് അജിത് വള്ളോലി, രഹസ്യാരാമങ്ങൾ, ആരാമങ്ങൾ, ഓക്കെ, അജിത് രാജ്, രഹസ്യോദ്യാനം നിഷിബ എം നിഷി, നിഗൂഢോദ്യാനം ബിന്ദു രാജേഷ് പറവൂർ, പൂന്തോട്ടത്തിലെ രഹസ്യങ്ങൾ ജീസ് കൈതാരം, സ്വകാര്യ പൂന്തോട്ടം സദാനന്ദ് കുമാർ, രഹസ്യോദ്യാനം സഹല യാസർ, രഹസ്യാരാമം അനാമിക. ഇനിയും പോരട്ടെ. ദ സീക്രട്ട് ഗാർഡൻ എന്നുള്ള ചിത്രത്തിന് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. നല്ല നല്ല പേരുകളൊക്കെ വരുന്നുണ്ട്. നിഗൂഢോദ്യാനം ബിന്ദു രാജേഷ് പറവൂർ, അത് കൊള്ളാം. പൂന്തോട്ടത്തിലെ രഹസ്യങ്ങൾ ജീസ് കൈതാരമ്മ, നല്ല പേരാണ് കേട്ടോ. ജീസിന് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് രഹസ്യാരാമം എന്ന് പറഞ്ഞത് അജിത് രാജാണ്. അപ്പൊ അജിത് രാജിന് ഒരു പോയിന്റ്. ഓക്കെ, വെളിപ്പെടാത്ത പൂങ്കാവനങ്ങൾ എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നുണ്ട്. എല്ലാം നല്ല പേരുകളായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത പേരിലേക്ക് പോയാലോ. അടുത്ത പേര് അക്വാമാൻ. അക്വാമാൻ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. അക്വാമാൻ എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. വെള്ളത്തിലാശാൻ എന്ന് അജിത് വള്ളോലി പറയുന്നു, നല്ല പേരാണത്. ജലപുരുഷൻ എന്ന് ബിനു മാത്യു, അതും കൊള്ളാം. വരുണൻ എന്ന് അജിത് രാജ്,
ജലമാനവൻ എന്ന് സഹല യാസർ. നിങ്ങൾ എല്ലാവരും നല്ലോണം മലയാളം വെച്ച് കളിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. ജലജീവി എന്ന് സിന്ധു ഭാരതി. വെള്ളപ്പയല് എന്ന് ബിന്ദു രാജേഷ് പറവൂർ. ജലമനുഷ്യൻ എന്ന് ജീസ് കൈതാരം. അനാമിക എസും ജലമനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാമ്പ് എന്ന് മഹേഷ് ശിവരാമപിള്ള. എനിക്ക് പാമ്പിനെ പേടിയാണെന്നുള്ളതുകൊണ്ടല്ലേ ആ പേര് പറഞ്ഞത്. കള്ളുകുടിയൻ എന്ന് അജിത് വള്ളോളി. അക്വാമാന്. അക്വാമാൻ അറിയണ്ട. അക്വാമാൻ എന്നുള്ള സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് ഞാൻ പറഞ്ഞത്. താമര എന്ന് അനിൽ കൃഷ്ണ. നീർനരൻ ബിന്ദു രാജേഷ് പറവൂർ. ബിന്ദു രാജേഷ് ഇവിടെ ഒന്നും ജനിക്കേണ്ടതായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. വെള്ളമടിക്കാരൻ അനീഷ് മിഡ്ലാൻഡ്. ജലന്ധർ സിംഗ് എന്ന് മഹേഷ് ശിവരാമപിള്ള. അത് കൊള്ളാം. ജലന്ധർ സിംഗ് അല്ലെ, ജലമാണ് അന്തർ. കൊള്ളാം കൊള്ളാം. അപ്പൊ അക്വാമാന് നല്ലൊരു പേര് നിർദ്ദേശിക്കൂ. വെള്ളത്തിൽ അശാൻ എന്ന് പറഞ്ഞ അജിത് വള്ളോലിക്കാണ് ഒരു പോയിന്റ്. അതുപോലെ തന്നെ വേറൊന്നുകൂടി, നീർനരൻ എന്ന് പറഞ്ഞ ബിന്ദു രാജേഷ് പറവൂരിന് ഒരു പോയിന്റ്. ഓക്കെ. വെള്ളക്കാരൻ എന്ന് ജീസ് കൈതാരം. അടുത്ത ഇംഗ്ലീഷ് സിനിമയുടെ പേര് ഇതാണ്, വണ്ടർ വുമൺ. വണ്ടർ വുമൺ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. വണ്ടർ വുമൺ. കുട്ടൂസ് എന്ന് അജിത് വള്ളോലി. അതിശയ നാരി എന്നാണല്ലോ അല്ലെ. അതിശയ നാരി എന്ന് സഹല യാസർ. അത്ഭുത വനിത എന്ന് ജീസ് കൈതാരം. സ്ത്രീ എന്ന അത്ഭുതം എന്ന് നിഷിബ എം നിഷി. അത്ഭുത നാരി എന്ന് ബബിത അഡിറ്റ്. തള്ളേ പെണ്ണെന്ന് മഹേഷ് ശിവരാമപിള്ള. പോരട്ടെ പോരട്ടെ. വണ്ടർ വുമൺ എന്നുള്ള സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് പേര് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? വണ്ടർ വുമൺ എന്നുള്ള സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. വശ്യസുന്ദരി എന്ന് അജിത് വള്ളോലി. റംസീന ഹായ്. അനാമിക എസ്. തീയിൽ കുരുത്തവൾ. പോരട്ടെ പോരട്ടെ, ഇനിയും പോരട്ടെ. വിസ്മയ വനിത എന്ന് റാണി തോമസ്. ഷിബു ജോർജ് പറയുന്നു. അതിശയക്കാരി എന്ന് ജീസ് കൈതാര്യം. ആശ്ചര്യപ്പെണ്ണ് എന്ന് ബിനു മാത്യു പറയുന്നു. കണ്ണുതള്ളിക്കും പെണ്ണ് എന്ന് ബിന്ദു രാജേഷ് പറവൂർ. ഞങ്ങളുടെയൊക്കെ കണ്ണു തള്ളിയിരിക്കുക. വിസ്മയ വേണി എന്ന് അജിത് രാജ് പറയുന്നു. ബാക്കിൽ ആരാ നിൽക്കുന്നതെന്നോ? ആരാ നിൽക്കുന്നത് ബാക്കിൽ? ആ കാണുന്നതാണെങ്കിൽ അത് ഇവിടുത്തെ റൗട്ടറാണ്, വൈഫൈ തരുന്ന മുതലാളി. ഉരുക്കു വനിത എന്ന നവ്യ കെ രാജൻ. നാഗസൈരന്ധ്രി എന്ന് അജിത് വള്ളോലി. വിവേക് രാജൻ പറയുന്നു അത്ഭുത നാരി. സഹല യാസർ. കിടില റാണി. ഇവളൊരു അത്ഭുതം എന്ന് അനാമിക പറയുന്നു. വിസ്മയ നാരി എന്ന് നിഷിബ എം നിഷി. പേടിപ്പിക്കുക എന്ന് ജീസ് കൈതാരം. ഇത് പിന്നിൽ ആരെങ്കിലും നിൽക്കുന്നു കേട്ടോ. അത് ശരി. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പവിത്ര ഉണ്ണി എന്ന് അജിത് രാജ്. പോയിന്റ് കിട്ടൂല. സത്യം പറയുന്ന ഒരാൾ നിങ്ങളെ തുറച്ചു നോക്കുന്നുണ്ടെന്ന്. ആണോ? ഈശ്വര, പിന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. റാണി തോമസ്. ഷിബു ജോർജ്. അത്ഭുത നാരി. നിഖിൽ തമ്പി പെണ്ണ്. അപ്പോ കുറച്ച് ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് പോയിന്റ് കൊടുക്കാം. എനിക്കിഷ്ടപ്പെട്ടത് അതിശയ നാരി എന്ന് സഹല യാസർ പറഞ്ഞു. അപ്പൊ സഹലയ്ക്കാണ് ഒരു പോയിന്റ്. അതുപോലെ തന്നെ വിസ്മയ വനിത എന്ന് പറഞ്ഞത് ബിനു മാത്യു ആണെന്ന് തോന്നുന്നു അല്ലെ.
അല്ല, വിസ്മയ വനിത എന്ന് പറഞ്ഞത് റാണി തോമസ്. അപ്പൊ റാണി തോമസിനൊരു പോയിന്റ്. അപ്പൊ അടുത്ത അത്ഭുതം നിറഞ്ഞവളെന്ന് റംസീന നാസർ പറയുന്നു. ബ്രീസ നിഷാദ് വന്നിട്ടുണ്ട്. ഹായ് ബ്രീസ. അപ്പൊ നമുക്ക് അടുത്ത സിനിമ പേരിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത സിനിമ പേര് ദി പ്ലാനറ്റ് ഓഫ് ഏപ്സ്. ദി പ്ലാനറ്റ് ഓഫ് ഏപ്സ്. ദ പ്ലാനറ്റ് ഓഫ് ഏപ്സ് എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു പേര് നിർദ്ദേശിക്കുക മലയാളത്തിൽ. വാനരഗ്രഹം എന്ന് അജിത് വള്ളോലി പറയുന്നുണ്ട്. ജീസ് കൈതാരം പറയുന്നു വാനരലോകം. പ്ലാനറ്റ് ഓഫ് ഏപ്സ്. നമ്മളൊക്കെ ഏപ്സ് ആയിരുന്നു എന്നാണല്ലോ പറയുന്നത്. കുരങ്ങന്മാരുടെ ലോകം എന്ന് അനാമിക എസ് പറയുന്നു. വാനരഭൂമി എന്ന് ബിനു മാത്യു പറയുന്നു. അത്ഭുത വാനരന്മാർ എന്ന് അജിത് വള്ളോലി പറയുന്നു. വാനരഗ്രഹം എന്ന് അനിൽ കൃഷ്ണ പറയുന്നു. മുസ്തഫ എ കെ ജാരത്തിങ്കൾ, അങ്ങനെയാണെന്ന് തോന്നുന്നു, ജാരത്തിങ്കൾ. വാനരക്കൂട്ടം എന്ന് പറയുന്നു. പ്ലാനറ്റ് ഓഫ് ഏപ്സ് എന്നുള്ളതിനൊരു ഇംഗ്ലീഷ് പേരാണ് ചോദിച്ചത്. വാനരഗ്രഹം എന്ന് അജിത് വള്ളോലി പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു പേരാണ്. അപ്പൊ അജിത് വള്ളോലി എന്ത് ഒരു പോയിന്റ്. അതുപോലെ കപിലോകം, നിഷിബ എം നിഷി പറഞ്ഞത് കപിലോകം. കപിഗ്രഹം എന്ന് അജിത് രാജ് പറഞ്ഞിട്ടുണ്ട്. നിഷിബയ്ക്ക് ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാമേ. അടുത്ത ചോദ്യം, ഈ പേരിന് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. സിനിമയുടെ പേര് മെൻ ഇൻ ബ്ലാക്ക്. മെൻ ഇൻ ബ്ലാക്ക്. മർക്കടഗ്രഹം എന്ന് സഹല യാസർ പറയുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വിസുകളും ലൈവൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ വലിയതായിട്ടുള്ള നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും നിങ്ങൾ എന്താ പറയാ, ഒരു ബൗദ്ധിക വ്യായാമം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കുറച്ച് സമയം രസകരമായി സ്പെൻഡ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വിസ് ഒന്നും അല്ല ഇത്. ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യുന്ന ക്വിസും അല്ല. അപ്പോൾ നിങ്ങൾക്ക് രസകരമായിട്ടുള്ള കുറച്ച് സമയം സമ്മാനിക്കുക എന്നുള്ളത് മാത്രമാണ് കൂട്ടക്ഷരങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അവധിക്കാലത്ത് കുറച്ച് സമയം നമുക്ക് ഇതുപോലെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതായിരിക്കും തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ലൈവ് സെഷൻ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ കറുപ്പാളർ എന്ന് ബിനു മാത്യു പറയുന്നു. മെൻ ഇൻ ബ്ലാക്ക്. അന്ധകാരമണിഞ്ഞ മനുഷ്യൻ എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു. കറുപ്പണിഞ്ഞ മനുഷ്യർ എന്ന് അജിത് രാജ് പറയുന്നു. കറപ്പൻ എന്ന് സദാനന്ദ് കുമാർ പറയുന്നു. ചോദ്യം സഹല അസർ, മെൻ ഇൻ ബ്ലാക്ക് എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് മലയാളം പേര് നിർദ്ദേശിക്കൂ. മെൻ ഇൻ ബ്ലാക്ക്. കറുത്തവർ എന്ന് ജൂലാവി ഗോപാൽ. ഏഴഴകുള്ളവർ എന്ന് ബബിത അഡിറ്റ്. അധോലോകം എന്ന് അജിത് വള്ളോലി. ഇരുണ്ടവൻ എന്ന് അനാമിക എസ് പറയുന്നു. മെൻ ഇൻ ബ്ലാക്ക് എന്നുള്ള സിനിമയ്ക്ക് നല്ലൊരു മലയാളം പേര് നിർദ്ദേശിക്കൂ. ഇരുളിലെ മാനവർ എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു. അന്ധനായകൻ എന്ന് സഹല യാസർ. കറുപ്പണിഞ്ഞവൻ എന്ന് റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു. കച്ചകെട്ടിയവൻ എന്ന് നിഷിബ എം നിഷി പറയുന്നു. തമസ് മാനവർ എന്ന് അജിത് രാജ് പറയുന്നു. പോരട്ടെ. ബിനോ മാത്യു പറഞ്ഞ കറുപ്പാളർ എന്നുള്ളതിന് ഒരു പോയിന്റ് കൊടുക്കുന്നേ. അടുത്തത് രണ്ടാമത്തത് മെൻ ഇൻ ബ്ലാക്ക്.
കാക്കക്കറുമ്പൻ എന്ന് അനാമിക പറയുന്നു. ഇരുളണിഞ്ഞ മാനവൻ എന്ന് ബിനു മാത്യു പറയുന്നു. കറുപ്പണിഞ്ഞ മനുഷ്യർ എന്ന് റംസീന നാസർ. ശ്യാമ മനുഷ്യർ എന്ന് ശ്രീജ അജിത്ത്. താമസൻ എന്ന് നിഷിബായം നിഷി പറയുന്നു. തമസ് മാനവർ എന്നുള്ള അജിത് രാജിന്റെ പേരും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അജിത് രാജിന് ഒരു പോയിന്റ് കൊടുക്കുന്നു. അടുത്ത വാക്കിലേക്ക് വരാം. അടുത്ത സിനിമ പേര് ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. അടുത്ത സിനിമ പേര് ഇതാണ്, ദ ഫോൾട്ട് ഈസ് ഇൻ അവർ സ്റ്റാർസ്. കുറച്ച് വലിയ പേരാണ് എങ്കിലും കണ്ടുപിടിക്കുക. ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. എല്ലാരും ഓടിപ്പോയോ? ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. ആർക്കും ഉത്തരമില്ലേ? എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് മഹേഷ് ശിവരാമപിള്ള പറയുന്നുണ്ട്. ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. തലവിധി എന്ന് ബിന്ദു രാജേഷ് പരവൂർ പറയുന്നു. ആർ യു നോട്ട് റിസീവിംഗ് മൈ മെസ്സേജസ്? നേരത്തെ വന്നിരുന്നു അനിൽ കൃഷ്ണ, വായിച്ചിരുന്നല്ലോ. അതിന് ശേഷം ഈ അടുത്തൊന്നും കണ്ടില്ല. ജാതകത്തെറ്റ് എന്ന് സൗമ്യ അമ്മാള് പറയുന്നു. സൗണ്ട് ഇല്ല എന്ന് സഹല യാസർ. കേൾക്കുന്നില്ലേ? വളഞ്ഞ തലേവര എന്ന് അജിത് രാജ് പറയുന്നു. നക്ഷത്ര ലോകത്തെ പിഴവുകൾ എന്ന് റംസീന നാസർ. നക്ഷത്രങ്ങളിലെ പിഴകൾ എന്ന് ബ്രീസ നിഷാദ്. തെറ്റിൽ നിന്നുള്ള വിജയം എന്ന് നിഷിബ എം നിഷി പറയുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പറയണേ. താരത്തിന്റെ പതനം എന്ന് സദാനന്ദ് കുമാർ പറയുന്നു. എന്റെ നാൾദോഷം എന്ന് ബിനു മാത്യു. അജിത് വള്ളോലി പറ്റിപ്പോയി. ശ്രീജ അജിത്ത് ജാതകദോഷം. ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് മലയാളം പേര് നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. വേഗം പറയൂ. ജാതകദോഷം എന്ന് ഹരിപ്രിയ ജയശങ്കർ. ബ്രീസ നിഷാദ് പറയുന്നു താരാപരാധം അല്ലേ? താരാപരാധം, അത് കൊള്ളാലോ. ബ്രീസയ്ക്ക് ഒരു പോയിന്റ് കേട്ടോ. താരാപരാധം. കറപുരണ്ട നക്ഷത്രങ്ങൾ എന്ന് ബിന്ദു രാജേഷ് പറവൂർ. എന്താ അതിന്റെ പേര്? ഏരിയൽ മാറ്റിക് ഇടൂ, കറ നല്ലതിനല്ല. ബിന്ദു രാജേഷ് പറവൂർ പറഞ്ഞത് കറപുരണ്ട നക്ഷത്രങ്ങൾ. തെറ്റിപ്പോയ തലവിധി എന്ന് ജൂലാവി ഗോപാൽ പറയുന്നു. അടുത്തത് നോക്കട്ടെ, ഇതിൽ വേറെ ആരെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടോ? താരാപരാധം കൊടുത്തു, ഒരു പോയിന്റ്. അടുത്തത് ഒന്നുകൂടി ഞാൻ കണ്ടായിരുന്നു നല്ലത്. നക്ഷത്രത്തിലെ പിഴകൾ, അതും ബ്രീസ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ബ്രീസയ്ക്ക് ഒരു പോയിന്റ് കൂടി കൊടുക്കണോ അതോ വേറൊരാൾ കൊടുക്കാം അല്ലെ? വേറെ ആരെങ്കിലും പറഞ്ഞതിലുണ്ടോ നോക്കട്ടെ. വ്യാഴത്തിൽ ശനി എന്ന് റാണി തോമസ്. നമ്മുടെ രാശിപ്പിഴ എന്ന് ഷീജ ഇബ്രാഹിം. ശനിയുടെ അപഹാരം എന്ന് റാണി തോമസ് ഷിബുജോ. ഷീജ ഇബ്രാഹിം ആണ് പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷീജയ്ക്ക് ഒരു പോയിന്റ്. നമ്മുടെ രാശിപ്പിഴ എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. നോ ടൈം ടു ഡൈ. അടുത്ത ഇംഗ്ലീഷ് പേരാണ് സിനിമയുടെ. നോ ടൈം ടു ഡൈ. നോ ടൈം ടു ഡൈ എനിക്ക് തോന്നുന്നു ജെയിംസ് ബോണ്ടിന്റെ സിനിമയല്ലേ? അതെ, നോ ടൈം ടു ഡൈ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ നക്ഷത്രമേ എന്ന് അജിത് വള്ളോലി പറയുന്നുണ്ടെന്ന്. ചാവാൻ പോലും നേരമില്ലെന്ന് അജിത് വള്ളോലി. നോ ടൈം ടു ഡൈ. ചിരഞ്ജീവി എന്ന് സഹല യാസർ. ദേ തീർന്നു എന്ന് ബിന്ദു രാജേഷ് പറവൂർ. മരിക്കാൻ മനസ്സില്ലെന്ന് അനാമിക. ചാവാൻ നേരമില്ലെന്ന് ബിനു മാത്യു. മരിക്കാൻ നേരമില്ല എന്ന് റാണി തോമസ്. ചാവാൻ സമയമില്ലെന്ന് അജിത് രാജ്. മരണമേ മാറി നിന്നാലും എന്ന് ബ്രീസ നിഷാദ്. അത് കൊള്ളാം. മരിക്കാൻ സമയമില്ലെന്ന് ജൂലാവി ഗോപാൽ. മരിക്കാൻ പോലും സമയമില്ലെന്ന് സദാനന്ദ് കുമാർ. പോരട്ടെ. നോ ടൈം ടു ഡൈ എന്നാണ് ഇംഗ്ലീഷ് സിനിമയുടെ പേര്. അത് മലയാളത്തിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഒരു പോയിന്റ് ബ്രീസയ്ക്ക് കൊടുക്കുന്നേ. മരണമേ മാറി നിന്നാലും. എനിക്ക് മരിക്കണ്ട എന്ന് സഹല യാസർ പറയുന്നു.
മരണമേ നിനക്ക് വിട എന്ന് നിഷിബ എം നിഷി. കയറി ഇറങ്ങുന്ന കാറ്റുകൾ, നോ ടൈം ടു ഡൈയോ. മരണമേ നിനക്ക് വരാനായില്ല എന്ന് ഹരിപ്രിയ ജയശങ്കർ. ഒരു നിമിഷം തരൂ മരിക്കാനായി എന്ന് ബിന്ദു രാജേഷ് പറവൂർ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറെന്ന് ബിനോ മാത്യു. ഇതിൽ ഞാൻ ഒരാൾക്കേ പോയിന്റ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അടുത്തൊരാളുടെ പോയിന്റ്, ഒന്ന് ചാവാൻ പോലും നേരമില്ല. അജിത്ത് വള്ളോലിക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നു. ഒന്ന് ചാവാൻ പോലും നേരമില്ല. പോയിന്റ് തന്നെ ഞാൻ ഒന്ന് പറയാമേ. ജീസിന് 3 പോയിന്റ്, അജിത്ത് വള്ളോലിക്ക് 4 പോയിന്റ്. അജിത്ത് വള്ളോലിയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് ജീസും ബിന്ദു രാജേഷും അജിത് രാജും 3 പോയിന്റ് വീതം. ബിനോ മാത്യു, അനാമിക, നിഷിബ, ബ്രീസ തുടങ്ങിയവർ 2 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. റാണി തോമസ്, ഷീജ ഇബ്രാഹിം, സഹല, സിന്ധു ഭാരതി, മുർഷിദ തുടങ്ങിയവർ ഓരോ പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്ത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. നോ കൺട്രി ഫോർ ഓൾഡ് മെൻ. കാലന് പ്രവേശനമില്ലെന്ന് റാണി തോമസ്, ഷിബു ജോർജ്. നല്ല പേരാണ്. നിലയ്ക്കാത്ത ശ്വാസം അജിത് രാജ്. മരണമെത്തും മുൻപേ, അത് നല്ല പേരായിരുന്നു. ജീസ് കേദാരം. ജീവിച്ചു കൊതി തീർന്നില്ല എന്ന് നിഷിബ എം നിഷി. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, നോ കൺട്രി ഫോർ ഓൾഡ് മെൻ. കിളവന്മാർക്ക് നാടില്ല എന്ന് അജിത് വള്ളോലി. അജിത് വള്ളോലിക്ക് ചാവാൻ പോലും നേരമില്ല, എന്നിട്ടാണ് ഫുള്ളും കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുന്നതെന്ന് ബിന്ദു രാജേഷ് പറവൂർ. ഫുള്ളിന്റെ മുമ്പിൽ കാലൻ പോലും മാറി നിൽക്കുമെന്നാണല്ലോ. നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്നാണ് ഇംഗ്ലീഷ് സിനിമയുടെ പേര്. രാജ്യമില്ലാത്ത വൃദ്ധർ എന്ന് ബ്രീസ നിഷാദ് പറയുന്നു. വൃദ്ധരെ നിങ്ങൾക്ക് നാടില്ല എന്ന് സഹല യാസർ. വയസ്സന്മാർക്ക് ഇടമില്ലെന്ന് ജൂല ഗോപാൽ. വാർദ്ധക്യത്തിന് രാജ്യമില്ലെന്ന് നിഷിബ എം നിഷി. നോ കൺട്രി ഫോർ ഓൾഡ് മെൻ. വൃദ്ധന്മാർക്കിടമില്ലെന്ന് റാണി തോമസ്, ഷിബു ജോർജ്. വൃദ്ധന്മാർക്ക് നാടില്ലെന്ന് മഞ്ജു ശ്യാം. നാടില്ല വൃദ്ധർ എന്ന് ബിനോ മാത്യു പറയുന്നു. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടത് രാജ്യമില്ലാത്ത വൃദ്ധർ എന്ന് പറഞ്ഞത് സഹല യാസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സഹലയ്ക്ക് ഒരു പോയിന്റ്. അടുത്തതാരാ? വൃദ്ധന്മാർക്ക് ഇടമില്ലാത്ത രാജ്യം എന്ന് ഹീര എസ് പ്രേം. വേരുകൾ മുറിക്കപ്പെട്ടവർ എന്ന് രശ്മി കെ പറയുന്നു. പ്രായമായവരെ നിങ്ങൾ ഈ രാജ്യത്തിന് അപ്രിയർ എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു. പുറത്താക്കപ്പെട്ട വാർദ്ധക്യങ്ങൾ, അജിത് രാജിനാണ് അടുത്ത പോയിന്റ്. പുറത്താക്കപ്പെട്ട വാർദ്ധക്യങ്ങൾ, നോ കൺട്രി ഫോർ ഓൾഡ് മെൻ. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ഇംഗ്ലീഷ് പേര് വയോജന ഭൂമി എന്ന് ജീസ് കൈതാരം. ബ്രീസയാണ് പറഞ്ഞെന്നാണ് സഹല യാസർ പറയുന്നതാണോ? ബ്രീസയാണ് പറഞ്ഞെങ്കിൽ ബ്രീസയ്ക്ക് കൊടുക്കുന്നേ പോയിന്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇംഗ്ലീഷ് പേര് ദ സിക്സ്ത് സെൻസ്. മലയാളിയായ മനോജ് നൈറ്റ് ശ്യാമളന്റെയാണ് ദ സിക്സ്ത് സെൻസ്. ആ സിനിമയ്ക്കൊരു മലയാളം പേര് നിർദ്ദേശിക്കുക. ഇന്ന് ചുന്ദരിയായിട്ടുള്ളൊരു പതിവിലുമാണോ? നന്ദി. ഇന്ന് മൂക്കുത്തിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. അജിത്തിന് കൊടുക്കണ്ട എന്ന് ബിന്ദു രാജേഷ് പറവൂർ. ആഹാ, എന്തൊരു കുശുമ്പ നോക്കിയേ. കുശുമ്പിന് ഇവിടെ ഇടമില്ല. 6ാം ഇന്ദ്രിയം എന്ന് റംസീന നാസർ. ജീസ് കൈതാരം, ബിനോ മാത്യു തുടങ്ങിയവരൊക്കെ 6ാം ഇന്ദ്രിയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 6ാം ഇന്ദ്രിയം എന്ന് ജൂല വി ഗോപാൽ പറയുന്നു. സൗമ്യ അമ്മാളു 6ാം ഇന്ദ്രിയം.
ആറാം ഇന്ദ്രിയം എന്നാണ് എല്ലാവരും പറയുന്നത്. വേറൊരു പേര് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? ദ സിക്സ്ത് സെൻസ് എന്നുള്ളതിന് ആറാം ഇന്ദ്രിയം എന്നുള്ളത് അല്ലാതെ വേറൊരു പേര്? അകക്കണ്ണ് എന്ന് സിന്ധു ഭാരതി, അതീന്ദ്രജ്ഞാനം എന്ന് അനാമിക എസ്, ആറാമത്തെ അറിവ് എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നുണ്ട്. ബിന്ദുവിനൊരു പോയിന്റ്, ആറാമത്തെ അറിവ് എന്നുള്ളത്. അടുത്തത് ആറാം ഇന്ദ്രിയം എന്ന് ഷീജ ഇബ്രാഹിം പറയുന്നു. ഷഡ് സംവേദനം എന്ന് ബിനു മാത്യു പറയുന്നു. ഉൾക്കണ്ണ് എന്ന് ജൂലാവി ഗോപാൽ, ഇന്ദ്രിയതീത ഇന്ദ്രിയം എന്ന് ബ്രീസ നിഷാദ് പറയുന്നു. മുൻകൂട്ടി ഗണിക്കുന്നവൻ എന്ന് റംസീന നാസർ, പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറം എന്ന് അജിത് വള്ളൂരി പറയുന്നുണ്ട്. അത് നല്ലൊരു വാക്കാണ്. അജിത് വള്ളോലിക്ക് ഒരു പോയിന്റ്, ബിന്ദു രാജേഷിനും അജിത് വള്ളോലിക്കുമാണ് പോയിന്റ്. അടുത്ത ചോദ്യം, എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. പേര് കേട്ടല്ലോ, എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. സുന്ദര മനം എന്ന് ബിനു മാത്യു പറയുന്നുണ്ട്. സുന്ദര മനസ്സ് എന്ന് സഹ്ല യാസർ പറയുന്നു. സുന്ദര മാനസം എന്ന് ഹീര എസ് പ്രേം പറയുന്നു. ബിന്ദുവിന്റെ മനസ്സ് എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു. അത് നമുക്ക് അറിയാലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഹാ മനസ്സേ എത്ര മനോഹരം എന്ന് അജിത് വള്ളോലി. റംസീന നാസർ സുന്ദര മനസ്സ്, ജൂലാവി ഗോപാൽ സുന്ദരമീ മനം. നന്മ നിറഞ്ഞയുള്ളം എന്ന് നിഷിബ എം നിഷി പറയുന്നു. സുന്ദരമാനസം എന്ന് അനാമിക എസ് പറയുന്നു. ബ്രീസ നിഷാദ് പറയുന്നു മനോഹര മനം. അജിത് രാജ് പറയുന്നു അഴകകം. ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് പറയാനാണ് തങ്ക മനസ്സ്. അത് കൊള്ളാം. അഴകേറും മാനസം എന്ന് ബിന്ദു രാജേഷ് പറവൂർ. ചേലുള്ള ചങ്ക് എന്ന് ബിനു മാത്യു. മനോഹര മനസ്സ് എന്ന് ഷീജ ഇബ്രാഹിം. അഴകേറുമുള്ളം എന്ന് ജൂലാവി ഗോപാൽ. അഴകിൻ മനം എന്ന് സഹ്ല യാസർ. മനമേ നീ എത്ര സുന്ദരം എന്ന് റംസീന നാസർ. മനോമനം എന്ന് റാണി തോമസ് ഷിബു ജോർജ്. ചുന്ദരി മനം എന്ന് ബിന്ദു രാജേഷ് പറവൂർ തുടങ്ങിയവർ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് മനമേ നീ എത്ര സുന്ദരം എന്ന് പറഞ്ഞ റംസീന നാസറിന് ഒരു പോയിന്റ്. അതുപോലെ തന്നെ അഴകേറും മാനസം എന്ന് പറഞ്ഞത് ബിന്ദു രാജേഷ് ആണെന്ന് തോന്നുന്നു അല്ലേ? അഴകേറും മാനസം എന്ന് പറഞ്ഞത് ബിന്ദു രാജേഷിന് അപ്പൊ ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ കില്ലിംഗ് മിഷൻ. ആരെയാണാവോ? എന്നെ വല്ലതും ആണോ? ദ കില്ലിംഗ് മിഷൻ എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. ദ കില്ലിംഗ് മിഷൻ എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കൂ. നിങ്ങൾക്ക് എന്നെ കാണാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ സ്ലോ കണക്ഷൻ കാണിക്കുന്നുണ്ട്, കമന്റുകൾ വരുന്നില്ല. മരണതന്ത്രം എന്ന് നിഷി പറയുന്നു. സുറ്റിടുവേൻ എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നുണ്ട്. ദ കില്ലിംഗ് മിഷൻ എന്നുള്ള ഘടകപ്രസ്ഥാനം, അങ്ങനെയാണോ? ഘാതകപ്രസ്ഥാനം അല്ലേ? ഓ, അത് കൊള്ളാം. ഘാതകപ്രസ്ഥാനം. ഓക്കെ. സംഹാരോദ്യമം എന്ന് അജിത് രാജ് പറയുന്നു. തട്ടാനുള്ള ഉദ്യമം എന്ന് ബിനു മാത്യു പറയുന്നു. പോരട്ടെ, ദ കില്ലിംഗ് മിഷൻ എന്നുള്ള സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്.
സംഹാര ലക്ഷ്യമെന്ന് ബ്രീസ നിഷാദ്, വധശ്രമം എന്ന് റാണി തോമസ്. ഈ പേരൊക്കെ കേട്ടാൽ ചിലപ്പോൾ FPക്ക് ഇഷ്ടപ്പെടൂല. കാലന്റെ കയർ, സംഹാര ദൗത്യം എന്ന് ഷീജ ഇബ്രാഹിം. കാലന്റെ കയർ എന്ന് പറയുന്നത് നിഷിബ എം നിഷിയാണ്. സംഹാര തന്ത്രം എന്ന് റംസീന നാസർ പറയുന്നു. ഹിംസാവിധി എന്ന് അജിത് രാജ് ഡിക്ഷണറി തപ്പുകയാന്ന് ബിന്ദു രാജേഷ് പരവൂർ. എനിക്ക് തോന്നുന്നു ഡിക്ഷണറി ആയിരിക്കണമെന്നില്ല, അജിത് രാജ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വാക്കുകളാണെന്ന് തോന്നുന്നു. കാലവിധി എന്ന് ബ്രീസ നിഷാദ് പറയുന്നു. കാലന്റെ വിധി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. കാലവിധി, അത് കൊള്ളാം. ഹിംസാ പദ്ധതി എന്ന് സിന്ധു ഭാരതി പറയുന്നു. എനിക്കിഷ്ടപ്പെട്ട പേരുകൾ ഞാൻ പറയാം. ഘാതക പ്രസ്ഥാനം എന്നുള്ളത് ഇഷ്ടപ്പെട്ടെ സഹല യാസറിനാണ് ഒരു പോയിന്റ്. ഓക്കെ, രണ്ടാമത്തത് എന്തായിരുന്നു അത്? കാലവിധി. ബ്രീസ നിഷാദാണ് കാലവിധി പറഞ്ഞത് അല്ലെ? ബ്രീസയ്ക്ക് ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, അണ്ടർവേൾഡ് മോൺസ്റ്റേഴ്സ് എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. അണ്ടർവേൾഡ് മോൺസ്റ്റേഴ്സ് എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. അധോലോക കിങ്കരന്മാർ എന്ന് ഉദ്ദേശിച്ചു നിന്നു. അധോലോക ഭീകരർ എന്ന് ബിനു മാത്യു, അധോലോക ഭീകരർ എന്ന് ബ്രീസ നിഷാദ്. അണ്ടർവേൾഡ് മോൺസ്റ്റേഴ്സ് എന്നുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അണ്ടർവേൾഡ് മോൺസ്റ്റേഴ്സ്, അധോലോക ഭീകരർ എന്നാണ് കൂടുതലും വരുന്നത്. മഹേശ്വര രാമപിള്ള പറയുന്നു അധോലോക ഭീകരർ. അസുരലോകം എന്ന് നിഷിബ എം നിഷി പറയുന്നു. അധോലോക രാക്ഷസൻ എന്ന് റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു. അധോലോക രാക്ഷസർ എന്ന് ബ്രീസ നിഷാദ് പറയുന്നു. അധോലോക കോക്കാച്ചികൾ എന്ന് അജിത് രാജ് പറയുന്നുണ്ട്. പാതാള രാക്ഷസന്മാർ എന്ന് ഷീജ ഇബ്രാഹിം പറയുന്നു. ഭൂഗർഭ ലോകം എന്ന് സഹല യാസർ പറയുന്നു. അപ്പോ ഏത് പേരാണ് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയട്ടെ. എനിക്കിഷ്ടപ്പെട്ടത് ഒന്ന് അധോലോക കോക്കാച്ചികളാണ്. അജിത് രാജാണ് അത് പറഞ്ഞത്, അധോലോക കോക്കാച്ചികൾ. അതുപോലെ പാതാള രാക്ഷസന്മാർ എന്ന് ഷീജ ഇബ്രാഹിം പറഞ്ഞു. ഷീജയ്ക്ക് ഒരു പോയിന്റ്. ഓക്കെ, അപ്പോ ഒരു ചോദ്യം കൂടിയേ, ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് നിർത്താന്ന് വിചാരിക്കുന്നു, സമയമാകുന്നു. അപ്പോ അവസാനത്തെ ചോദ്യം, ഓൾ ഓഫ് അസ് സ്ട്രേഞ്ചേഴ്സ് ഈ സിനിമയ്ക്ക് ഒരു മലയാളം പേര് നിർദ്ദേശിക്കുക. ഓൾ ഓഫ് അസ് സ്ട്രേഞ്ചേഴ്സ്. ഉത്തരങ്ങൾ വന്നില്ല. എല്ലാവരും അപരിചിതരായാൽ സഹല യാസർ. നാം എല്ലാം അപരിചിതർ എന്ന് ബിനു മാത്യു. കണ്ടാൽ അറിയാത്തവർ നമ്മൾ എന്ന് ബിന്ദു രാജേഷ് പരവൂർ. അപരിചിതരായവ എന്ന് നിഷിബായ നിഷി. അപരിചിത കൂട്ടം എന്ന് സഹല യാസർ. എല്ലാവരും അപരിചിതർ എന്ന് സദാനന്ദ് കുമാർ. തമ്മിലറിയാത്തവർ എന്ന് റാണി തോമസ് ഷിബു ജോർജ്. നമ്മളും അപരിചിതർ എന്ന് റംസീന നാസർ. നാം അന്യർ എന്ന് അജിത് രാജിന്റെ വാക്കിനും അതുപോലെ തന്നെ തമ്മിലറിയാത്തവർ എന്ന് റാണി തോമസിനുമാണ് ഓരോ പോയിന്റ് വീതം കൊടുക്കുന്നത്. അപ്പൊ പോയിന്റ് നില എങ്ങനെയാണ്? ഇന്നത്തെ വിജയി അജിത് രാജാണ്, 6 പോയിന്റ്. 5 പോയിന്റുമായിട്ട് ബിന്ദു രാജേഷും അജിത് വള്ളോലിയും 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് 4 പോയിന്റോടുകൂടി ബ്രീസ. ഓക്കെ, 1ാം സ്ഥാനത്ത് അജിത് രാജാണ് 6 പോയിന്റ്. 2ാം സ്ഥാനത്ത് ബിന്ദു രാജേഷും അജിത് വള്ളോലിയും 5 പോയിന്റ്.
മൂന്നാം സ്ഥാനത്ത് ബ്രീസ നിഷാദാണ് 4 പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ലൈവ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല നല്ല പേരുകൾ നിങ്ങൾ കോയിൻ ചെയ്തു. അപ്പോ നമ്മൾ മലയാളത്തെ മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനും കോയിൻ ചെയ്യാനും ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഭാഷാ പരിജ്ഞാനത്തെ കുറച്ചുകൂടി നന്നാക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഗെയിമുകളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഈ ലൈവില് മുൻപുള്ള ചോദ്യങ്ങളൊന്നും ട്രൈ ചെയ്യാത്തവര് ലൈവ് ഒന്നുകൂടി കേട്ടിട്ട് നിങ്ങളുടെ മലയാളം പേരുകൾ കൂടി ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വളരെ രസകരമായിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പേരുകളും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ നന്ദി ഈ ലൈവിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതിന്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ലൈവിൽ കാണാം. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞോളൂ. ലൈവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ലൈവില് ചോദ്യങ്ങളുടെ കണ്ടന്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടോ, നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായ ചോദ്യങ്ങളാണോ താല്പര്യം, അതോ കുറച്ചുകൂടി ഇതുപോലെ നമുക്ക് രസകരമായി കൊണ്ടുപോകാവുന്ന ഗെയിമുകളും ക്വിസുകളും ഒക്കെയാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ക്വിസിൽ കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊക്കെ പറയൂ. നമ്മൾ അതെല്ലാം അടുത്ത ലൈവ് സെഷനുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പറവൂരിന്റെ അടുത്തായതുകൊണ്ടാണ് അജിത്തിന് വിട്ടുകൊടുത്തതെന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നുണ്ട്. അത്രയ്ക്ക് മഹാമനസ്കയാണ്. എന്താ പറഞ്ഞത്, സുന്ദര മനസ്സാണെന്നല്ലേ? അതാണ് അതിന്റെ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇഷ്ടമെന്ന് റംസീന നാസർ പറയുന്നു. അപ്പോൾ അജിത് രാജിന് കൺഗ്രാചുലേഷൻസ്, ബിന്ദു രാജേഷ് പറവൂരിനും അജിത് വള്ളോലിക്കും കൺഗ്രാചുലേഷൻസ്. ബ്രീസ നിഷാദ് എനിക്കിവിടെ കുറച്ച് വൈകിയാണ് വന്നതെന്ന്. അപ്പോൾ അടുത്ത ദിവസം നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. കൃത്യം 12 മണിക്ക് ഇന്ത്യൻ സമയം 12 മണിക്ക് കൂട്ടക്ഷരങ്ങൾ പേജിൽ ലൈവ് ഉണ്ടാകും. നിങ്ങൾ കൂട്ടക്ഷരങ്ങൾ പേജ് ഫോളോയും ലൈക്കും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തിടുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫീഡിൽ അപ്പോൾ തന്നെ ലൈവ് വരികയും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ കൂട്ടക്ഷരങ്ങൾ ലൈവ് തുടങ്ങി എന്നുള്ള നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ലൈവിൽ കാണാം. ബുദ്ധി വേണ്ട എന്ന് ജിഷ റെജോ പറഞ്ഞിട്ടുണ്ട്. ജിഷയ്ക്ക് ഇന്ന് പറ്റുന്നൊരു ക്വിസായിരുന്നു ജിഷ. പക്ഷെ ജിഷ വൈകിപ്പോയി. ഒന്നുകൂടി ലൈവ് കണ്ടു നോക്കൂ, രസകരമായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.